നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനാണ്. ഈ 2 ക്വസ്റ്റ്യൻസ് ഒരേ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ല, 2 വർഷങ്ങളിലായിട്ട് ചോദിച്ചതാണ്, 2 ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചതാണ്. അപ്പോൾ ഇത് ഈ ഓരോ ക്വസ്റ്റ്യൻ്റെ കൂടെയും വരുന്ന സബ് ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പേ ചെയ്തതിൻ്റെ റിപ്പീറ്റേഷനാണ്. ഒന്നിൻ്റെ കൂടെ നമ്മൾ 444 444 എന്നുള്ള ക്വസ്റ്റ്യനാണ്, മറ്റേൻ്റെ കൂടെ നമ്മൾ ചെയ്ത ഏതൊരു മോഡൽ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ട് ഈ 2 ക്വസ്റ്റ്യനും ഒരുമിച്ചെടുത്തതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ AP-യുടെ സമ്മിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട 2 ക്വസ്റ്റ്യനാണ്. അത് രണ്ടും 2 തരം ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കും, ഈ 2 ക്വസ്റ്റ്യനും ചെയ്യുമ്പോഴേക്കും ആ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ആവണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് കാണേണ്ടത് ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈയിങ് ബിറ്റ്വീൻ 100 and 1000 വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് 100-ൻ്റെതും 1000-ൻ്റെതും ഇടയിൽ വരുന്ന നമ്പേഴ്സിൻ്റെ സമ്മാണ് കാണുന്നത്. പക്ഷേ എല്ലാ നമ്പേഴ്സിൻ്റെയും വേറെ വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5 വരും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 100-ൻ്റെതും 1000-ൻ്റെതും ഇടയിൽ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ അവിടെ 100-ഉം വരില്ല 1000-ഉം വരില്ല, അതിൻ്റെ ഇടയ്ക്കുള്ള നമ്പറാണ് വരേണ്ടത്. ഇതേ ക്വസ്റ്റ്യൻ 2 രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ ചോദിക്കാം, ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 100 to 1000 എന്ന് ചോദിക്കാം. അപ്പോൾ ഫ്രം 100 to 1000 എന്ന് പറഞ്ഞാൽ അവിടെ 100-ഉം വരും 1000-ഉം വരും. പക്ഷേ ഇവിടെ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ 100-ഉം 1000-ഉം വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 100-ൻ്റെയും 1000-ൻ്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സ് എഴുതാം. അതെന്തിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, 5-ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ 100-ന് ശേഷം വരുന്ന 5-ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 105 വരിക. 5-ൻ്റെ മൾട്ടിപ്പിൾ കാണാൻ എളുപ്പമാണ്, 5 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത നമ്പർ വരിക 110 ആണ്, എക്സെട്ര. ലാസ്റ്റ് നമ്പർ വരിക 1000 ആണ്. 1000 വേണ്ട, 1000 തൊട്ട് മുന്നേ വേണ്ട, കാരണം 100-ൻ്റെയും 1000-ൻ്റെ ഇടയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ ആ 2 നമ്പർ പാടില്ല. അപ്പോൾ 1000-ൻ്റെ തൊട്ട് പിന്നിൽ വരിക 995 വരും. അപ്പോൾ ഇതാണ് നമ്മളെ നമ്പേഴ്സ്. ഈ നമ്പേഴ്സിൻ്റെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം ഇതൊരു AP ആണ്. കാരണം 105 5 110 110 5 115 5-ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 5 ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സമ്മ് കാണണം. അപ്പോൾ ഈ സമ്മ് കാണാൻ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട് AP-യുടെ. ഒന്ന് ലാസ്റ്റ് ടേം അറിയെങ്കിലും മറ്റേത് ലാസ്റ്റ് ടേം അറിയില്ലെങ്കിലുമാണ്. ഇവിടെ നമുക്ക് ലാസ്റ്റ് ടേം അറിയാം. 105 മുതൽ 995 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് കാണുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റും അറിയാം ലാസ്റ്റും അറിയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ആ ഇക്വേഷൻ എഴുതുമ്പോൾ SN = n/2 × A+L ആണ്. n/2 × A+L. ഇതാണ് നമ്മൾ ആ ഇക്വേഷനിൽ പറഞ്ഞത്. ലാസ്റ്റ് ടേം അറിയാമെങ്കിൽ ഒരു ഇക്വേഷനും ലാസ്റ്റ് ടേം അറിയില്ലെങ്കിൽ വേറൊരു ഇക്വേഷനും യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ AL ഒക്കെ അറിയണം നമുക്ക്. അപ്പോൾ ഇവിടെ A വരിക ഫസ്റ്റ് ടേമാണ്, അത് 105 ആണ്. L വരിക ലാസ്റ്റ് ടേമാണ്. ഈ ലാസ്റ്റ് ടേം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്രാമത്തെ ടേം വരെയാണോ കാണുന്നത് അതാണ് ലാസ്റ്റ് ടേം. അപ്പോൾ ഇവിടെ നമ്മൾ 105 മുതൽ 995 വരെയുള്ള സമ്മാ കാണുന്നത്. അപ്പോൾ അവിടെ ലാസ്റ്റ് ടേം വരെ 995 വരും. ഇനി N കാണണം. അപ്പോൾ നമ്മളവിടെ പറഞ്ഞതാണ്, ഇൻട്രൊഡക്ഷൻ എടുക്കുമ്പോൾ പറഞ്ഞത്, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ എടുക്കുമ്പോൾ പറഞ്ഞതാണ്, ഈ ലാസ്റ്റ് ടേം അറിയാവുന്ന കേസിൽ N നമുക്ക് അറിയാൻ പറ്റില്ല. അവിടെ N നമ്മൾ കാണേണ്ടി വരും. കാരണം ഇവിടെ 105 മുതൽ 995 വരെയുള്ള 5-ൻ്റെ മൾട്ടിപ്പിളിൻ്റെ സമ്മ് കാണണം എന്നല്ലാതെ ആ 105-ൻ്റെയും 995 വരെ 5-ൻ്റെ മൾട്ടിപ്പിളായി എത്ര നമ്പർ ഉണ്ട് നമുക്ക് തന്നിട്ടില്ല. അത് നമുക്ക് അറിയില്ല, അത് നമ്മൾ കാണണം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം, എപ്പോഴും ലാസ്റ്റ് ടേം അറിയുന്ന കേസാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് ടേംസ് നമുക്ക് അറിയാൻ പറ്റില്ല, അത് നമ്മൾ കാണണം. അപ്പോൾ അത് കാണാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. N = L-A/D+1 ആണ്. L എന്ന് പറഞ്ഞാൽ 995 - A 105 / 5 + 1 = 890 / 5 + 1 വരും. അത് വരെ 178 + 1 വരും. 178 + 1 എന്ന് പറഞ്ഞാൽ 179 വരും. അപ്പോൾ N 179 ആണ്, അതിവിടെ കൊടുക്കുക. = 179 / 2 × A+L. A എന്ന് പറഞ്ഞാൽ 105 ആണ്, പ്ലസ് 995 വരും. = 179/2 × 105 + 997 പറഞ്ഞാൽ 1100 വരും. = 2100 പ്രാവശ്യം പോവും. ബാക്കി വരിക 179 × 550 വരും. 179 × 550 അത് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അവിടെ ആൻസർ വരിക 98450 ആണ്. 98450. ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റ് ചെയ്ത് നോക്കിയതാണ്, കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണേ. ഇതാണ് ആൻസർ വരിക.
അപ്പോൾ ഈ ഒരു സമ്മ് കാണുമ്പോൾ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു വെക്കണം. ലാസ്റ്റ് ടൈം അറിയാവുന്ന ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇതേ മോഡൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 200 and 1000 വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 10. അത് 10ൻ്റെ മൾട്ടിപ്പിളാണെന്ന് കാണണം. അപ്പോൾ 200ൻ്റെതും 1000ൻ്റെ ഇടയ്ക്ക് 10ൻ്റെ മൾട്ടിപ്പിളായി വരുന്ന നമ്പറാണ്. അപ്പോൾ നമ്മൾ 200 1000 വേണ്ട, അതിൻ്റെ ഇടയ്ക്കേ വേണ്ടു. അപ്പോൾ നമ്മൾ 210 എടുക്കുക, 990 വരെ എടുക്കുക. ദെൻ കോമൺ ഡിഫറൻസ് വരിക 10 ആണ്, കാരണം 10ൻ്റെ മൾട്ടിപ്പിളാണ്, 10 ആണ് കൂട്ടി പോകുന്നത്. അപ്പോൾ ആ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല. ഇനി നമുക്കിതിൻ്റെ ബി ക്വസ്റ്റ്യൻ കാണാം. ബി ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അവിടെ ബി ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് ദ സം ഓഫ് certain number of terms of an AP 25, 22, 19 etc. is 116. Find the last term. ഇതാണ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ നമുക്കവിടെ 25, 22, 19 etc. എന്നുള്ള ഒരു സീക്വൻസ് ഉണ്ട്, ഒരു AP ഉണ്ട്. ആ APയുടെ certain number of terms, കുറച്ച് നമ്പേഴ്സ് സം ചെയ്തപ്പോൾ 116 കിട്ടി. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടേം ആണ് കാണേണ്ടത്. അപ്പോൾ ഈ ലാസ്റ്റ് ടേം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ APയുടെ സെർട്ടൈൻ നമ്പർ ഓഫ് ടേംസ് സം ചെയ്തപ്പോഴാണ് 116 കിട്ടിയത്. അപ്പോൾ ഈ APയുടെ കുറച്ച് നമ്പർ കൂട്ടിയപ്പോഴാണ് 116 കിട്ടിയത്. ആ കുറച്ച് ടേമിലെ ലാസ്റ്റ് ടേമാണ് നമുക്ക് കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ APയുടെ 15 ടേം കൂട്ടിയപ്പോഴാണ് 116 കിട്ടിയതെങ്കിൽ അതിലെ ലാസ്റ്റ് ടേം ആരാണ്? 15ാമത്തെ ടേമാണ്. അല്ലാതെ ഈ APയുടെ ലാസ്റ്റ് ടേം അല്ല കാണുന്നത്. അതൊരു ഇൻഫിനിറ്റ് AP ആണ്. അതിൻ്റെ ലാസ്റ്റ് ടേം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എത്ര ടേം കൂട്ടിയപ്പോഴാണോ 116 കിട്ടിയത് അതിൻ്റെ ലാസ്റ്റ് ടേമാണ് കാണേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് കാണണം? എത്ര ടേം കൂട്ടിയപ്പോഴാണ് 116 കിട്ടിയതെന്ന് കാണണം. ഇപ്പോൾ 20 ടേം കൂട്ടിയപ്പോഴാണ് 116 കിട്ടിയതെങ്കിൽ 20ാമത്തെ ടേമാണ് കാണേണ്ടത്. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 20ാമത്തെ ടേമാണ്. 18 ടേം കൂട്ടിയപ്പോഴാണ് 116 കിട്ടിയതെങ്കിൽ ലാസ്റ്റ് ടേം 18ാമത്തെ ടേമാണ്. അതാണ് നമുക്ക് കാണേണ്ടത്. ഇനി 8 ടേം കൂട്ടിയപ്പോഴാണ് 116 കിട്ടിയതെങ്കിൽ അവിടെ ലാസ്റ്റ് ടേം വരെ 8ാമത്തെ ടേമാണ്. ആ 8ാമത്തെ ടേമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. എത്ര ടേം കൂട്ടിയപ്പോഴാണ് 116 കിട്ടിയെന്ന് കാണണം. അതിന് നമുക്ക് തന്നത് ഈ APയുടെ സം ഓഫ് ടേം 116 ആണെന്ന്. അതിനൊരു AP തന്നിട്ടുണ്ട്. ഒരു AP തന്നാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ടേം എഴുതുക. ഫസ്റ്റ് ടേം 25 ആണ്. കോമൺ ഡിഫറൻസ് എഴുതുക. കോമൺ ഡിഫറൻസ് A2 മൈനസ് A1 വരും. ഈക്വൽ ടു 22 മൈനസ് 25 ആണ്. ഈക്വൽ ടു -3 വരും. D2 കിട്ടി. ഇനി ഈ APയുടെ കുറച്ച് ടേം സെർട്ടൈൻ നമ്പർ ഓഫ് ടേംസ് കൂട്ടിയപ്പോൾ 116 കിട്ടിയിട്ടുണ്ട്. അത് എത്ര ടേം കൂട്ടിയപ്പോഴാണ് കിട്ടിയെന്ന് നമ്മൾ കാണണം. എങ്കിലേ നമുക്ക് ലാസ്റ്റ് ടേം ഏതാണെന്ന് പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ എന്തിട്ട് വിചാരിക്കുക? n ടേംസ് കൂട്ടിയപ്പോഴാണ് 116 കിട്ടിയെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ assume that sum of n terms Sn equal to 116. ആ APയുടെ n ടേംസ് ആഡ് ചെയ്തപ്പോഴാണ് 116 കിട്ടിയെന്ന് വിചാരിച്ചു. ഇനി n-ൻ്റെ നമ്പർ കണ്ടാൽ മതി. n 10 ആണെങ്കിൽ 10 നമ്പർ കൂട്ടിയപ്പോഴാണ് 116 കിട്ടിയത്. n 16 ആണെങ്കിൽ 16 നമ്പർ കൂട്ടിയപ്പോഴാണ് 116 കിട്ടിയത്. n 9 ആണെങ്കിൽ 9 ടേം കൂട്ടിയപ്പോഴാണ് 116 കിട്ടിയത്. ആ n-ൻ്റെ വില കാണണം. അപ്പോൾ നമ്മൾ Sn ഈക്വൽ ടു സം ഓഫ് n ടേംസ് ആണ് 116 നമ്മൾ എടുത്തു. ഇനി സം ഓഫ് n ടേംസിൻ്റെ ഇക്വേഷൻ എന്താ? അത് എഴുതുക. സം ഓഫ് n ടേംസിന് 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് ലാസ്റ്റ് ടേം അറിയാമെങ്കിലും മറ്റേ ലാസ്റ്റ് ടേം അറിയില്ലെങ്കിലുമാണ്. ഇവിടെ നമുക്ക് ലാസ്റ്റ് ടേം അറിയില്ല. 25, 22, 19 എക്സെട്ര എന്നുള്ളൊരു സീക്വൻസിൻ്റെ കുറച്ച് ടേം കൂട്ടിയപ്പോഴാണ് പറയുന്നത്. ആ കുറച്ച് ടേം എത്രയാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടേം എത്രയാണെന്ന് അറിയില്ല. ആ ലാസ്റ്റ് ടേം നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പോൾ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇതാണ് സം ഓഫ് n ടേംസ്. അതാണ് 116 വരിക. ദാറ്റ് ഈസ് n നമുക്കറിയില്ല, അതാണ് കാണേണ്ടത്. അപ്പോൾ n/2 ഇൻറ്റു 2a 2 ഇൻറ്റു 25 പ്ലസ് n അറിയില്ല, n-1 ഇൻറ്റു d -3 ഈക്വൽ ടു 116 വരും. ഇറ്റ് ഈസ് n/2 ഇൻറ്റു 50 2 × 25 50 വരും. ഓക്കെ, ശ്രദ്ധിക്കണേ. പ്ലസ് n-1 ടു -3 -3 കൊണ്ട് n-1 ഗുണിക്കുമ്പോൾ -3 × n -3n -3 × -1 പ്ലസ് 3 ഈക്വൽ ടു 116 വരും. ദാറ്റ് ഈസ് n/2 ഇൻറ്റു 50 പ്ലസ് 3 53 -3n ഈക്വൽ ടു 116 വരും.
ഇനി ഇതിന് n/2 കൊണ്ട് ഗുണിക്കുക. n/2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്നിനെ ന്യൂമറേറ്റർ കൊണ്ട് ഗുണിക്കുക, 2നെ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിക്കുക. ഇവിടെ ന്യൂമറേറ്റർ 53 - 3n ആണ്. അതിന് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 53n - 3n² ബൈ ഡിനോമിനേറ്റർ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 2 ആണ്. ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ബൈ 1 ആണ്. അപ്പോൾ 1 × 2 2 ഈക്വൽ ടു 116 വരും. ദാറ്റ് ഈസ് 53 - 3n² ഈക്വൽ ടു ഇത് ക്രോസ് ചെയ്യുമ്പോൾ 116 × 2 വരും. 116 × 2 എന്ന് പറയുമ്പോൾ 232 വരും. ഇനി ആ റൈറ്റിലെ ടേമിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. റൈറ്റിനെ ടെർമിനൽ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ വരിക. ലെഫ്റ്റിൽ ഓൾറെഡി ഉള്ളത് 53 - 3n² ആണ്. അതിന് നമുക്കൊരു ഓർഡറിൽ -3n² പ്ലസ് 53 എന്ന് എഴുതാം. -3n² പ്ലസ് 53. ഈ 232 ഇങ്ങോട്ട് വരുമ്പോൾ -232 ഈക്വൽ ടു 0 വരും. ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് കിട്ടിയത്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് നെഗറ്റീവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ത്രൂ ഔട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3n² - 53n പ്ലസ് 232 ഈക്വൽ ടു 0 വരും. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്നിൻ്റെ വില കിട്ടും. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്താ വരിക? ദെർഫോർ n ഈക്വൽ ടു -b മൈനസ് ഓഫ് -53 പ്ലസ് ഓർ മൈനസ് റൂട്ട് b² എന്ന് പറഞ്ഞാൽ -53² മൈനസ് 4ac 4 × 3 × 232 ഡിവൈഡഡ് ബൈ 2a 2 × 3 വരും. ഈക്വൽ ടു മൈനസ് ഓഫ് -53 ആണ്. 53 പ്ലസ് ഓർ മൈനസ് റൂട്ട് -53². അപ്പം നമുക്കറിയാം മൈനസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. ഇനി 53 × 53 ആണ് കാണേണ്ടത്. അപ്പോൾ മൈനസിൻ്റെ സ്ക്വയർ പോസിറ്റീവാണ്. 53 × 53 കാണുമ്പോൾ അവിടെ വരിക 2809 ആണ്. 2809 മൈനസ് 4 × 3 × 232 കാണണം. അപ്പോൾ 4 × 3 × 232 4 × 3 × 232 വരിക 2784 വരും. 2784 ഡിവൈഡഡ് ബൈ 2 × 3 6 വരും. ഈക്വൽ ടു 53 പ്ലസ് ഓർ മൈനസ് 2809 മൈനസ് 2784 എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പോൾ റൂട്ട് 25 ഡിവൈഡഡ് ബൈ 6 വരും. ഈക്വൽ ടു 53 പ്ലസ് ഓർ മൈനസ് 5/6 വരും. അപ്പോൾ അവിടെ n വരുന്നത് 53 പ്ലസ് ഓർ മൈനസ് 5/6 ആണ്. ദാറ്റ് ഈസ് എന്നിന് 2 ഓപ്ഷൻ വരും. n ഈക്വൽ ടു 53 പ്ലസ് 5/6 ഓർ 53 മൈനസ് 5/6 വരും. 53 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 58/6 ആണ്. ഓർ 48/6 വരും. 48/6 എന്ന് പറയുമ്പോൾ 8 വരും. അപ്പോൾ എന്നിന് 2 നമ്പർ കിട്ടി. 58/6ഉം 48/6ഉം 48/6 എന്ന് പറഞ്ഞാൽ 8ഉം കിട്ടി. അവിടെ എന്നിന് ഈ നമ്പർ ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം 58/6 എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. 58നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 9 പോയിൻറ്റ് സംതിങ് കിട്ടുക. അങ്ങനെ എന്നിൻ്റെ വാല്യൂ ഒരിക്കലും ഒരു ഡെസിമൽ നമ്പറോ ഫ്രാക്ഷനോ വരാൻ പാടില്ല. കാരണം n നമ്പർ ഓഫ് ടേംസ് ആണ്. n നമ്പർ ഓഫ് ടേംസ് പറഞ്ഞാൽ ഈ AP-യിലെ എലമെൻസിൻ്റെ എണ്ണമാണ് n. ഈ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും 2 എണ്ണം 3 എണ്ണം 10 എണ്ണം എന്ന് പറഞ്ഞിട്ട് പറയാം. അല്ലാതെ 9.5 എണ്ണം 3/2 എണ്ണം എന്നൊന്നും പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ n ഒരു നമ്പർ ഓഫ് ടേംസ് ആയതുകൊണ്ട് അതിൻ്റെ നമ്പർ ആ വാല്യൂ ഒരിക്കലും ഫ്രാക്ഷൻ ആവാൻ പാടില്ല. അതൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അതാണ് നമ്മൾ 58/6 എടുക്കാത്തത്. ദെർഫോർ n ഈക്വൽ ടു 8 വരും. കഴിഞ്ഞിട്ടില്ലേ? n കിട്ടി. നമുക്ക് കാണേണ്ടത് എന്താ? ലാസ്റ്റ് ടേം ആണ്. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഈ AP-യുടെ ഒരു സെർട്ടൈൻ നമ്പർ ഓഫ് ടേംസ് ആഡ് ചെയ്തപ്പോൾ 116 കിട്ടി. അതിലെ ലാസ്റ്റ് ടേം ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ AP-യുടെ 8 ടേം ആഡ് ചെയ്തപ്പോഴാണ് 116 കിട്ടിയെന്ന് കിട്ടി. അപ്പോൾ ലാസ്റ്റ് ടേം എത്രാമത്തെ ടേമാണ്? 8ാമത്തെ ടേമാണ്. അപ്പോൾ ദെർഫോർ ലാസ്റ്റ് ടേം ഈക്വൽ ടു 8th ടേമാണ്. ലാസ്റ്റ് ടേം 8th ടേമാണ്. 8th ടേം എന്ന് പറഞ്ഞാൽ A8 വരും. ആ A8 നമ്മൾ കാണാം. an എന്തായിരുന്നു? AP-യുടെ a പ്ലസ് n മൈനസ് 1 × d ആണ്. അപ്പോൾ A8 എന്ന് പറഞ്ഞാൽ a പ്ലസ് n മൈനസ് 1 8 - 1 7 × d. അവിടെ a എന്ന് പറഞ്ഞാൽ 25 ആണ്.
പ്ലസ് 7 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ -3 ആണ്, ഡി -3 ആണ്, ഈക്വൽ ടു 25 പ്ലസ് 7 ഇൻറ്റു -3 -21 ഈക്വൽ ടു 3 വരും. അപ്പോൾ ലാസ്റ്റ് ടേം വരെ 3 ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനാണ്, ഇത് നമ്മൾ 3 ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. അതിലെ ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് എ GP ഹൂസ് തേർഡ് ടേം ഈസ് 12 ആൻഡ് 8th ടേം ഈസ് 384 ആണ്. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ ഒരു 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേ ക്വസ്റ്റ്യനില്ല, വ്യത്യാസം എന്താണെങ്കിൽ 10 ടേംസിൻ്റെ സമ്മ തന്നെയാണ് കാണേണ്ടത്, തേർഡ് ടേമും 8th ടേമും തന്നിട്ടുണ്ട്. പക്ഷേ 8th ടേം തന്നിരിക്കുന്ന നമ്പറിന് ചെറിയ മാറ്റമുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് 384 ആണ് തന്നത്, പക്ഷേ ചില ക്വസ്റ്റ്യനിൽ അത് 192 ആണ്. ആ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. അപ്പോൾ രണ്ടും ഒരേപോലത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒരു GPയുടെ ആദ്യത്തെ 10 ടേമിൻ്റെ സമ്മാണ് കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു GPയുടെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം GPയുടെ സമ്മ് കാണണമെങ്കിൽ 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് A ഇൻറ്റു 1 - r/n/1 - r മറ്റേത് A ഇൻറ്റു r/n - 1/r - 1. ഇതിലേത് ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ കോമൺ റേഷ്യോ അറിയണം. കോമൺ റേഷ്യോ <1 ആണെങ്കിൽ ഒരു ഇക്വേഷനും <1 ആണെങ്കിൽ അടുത്ത ഇക്വേഷനുമാണ് യൂസ് ചെയ്യുക. പക്ഷേ നമുക്കതിന് കോമൺ റേഷ്യോ ഒന്നും അറിയില്ല. അത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇക്വേഷൻ ഏതാണെന്ന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും സമ്മ് കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? A വേണം, R വേണം. കാരണം A ഇൻറ്റു r/n - 1/r - 1 അല്ല A ഇൻറ്റു 1 - r/n / 1 - r രണ്ടാണെങ്കിലും Aയോ Rോ ആവശ്യമാണ്. ആ Aയോ Rഉം കാണാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നത് തേർഡ് ടേമും തന്നിട്ടുണ്ട്, 8th ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതവിടെ എഴുതുക. ഗിവൺ തേർഡ് ടേമിന് നമ്മൾ A3 എന്നാണ് എഴുതാറ്. A3 ഈക്വൽ ടു 12 ആണ്. ആൻഡ് 8th ടേം എന്ന് പറഞ്ഞാൽ A8 ആണ്. A8 ഈക്വൽ ടു 384 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് A3? നമുക്കറിയാം ഒരു GP പ്രകാരം A എന്ന് പറഞ്ഞാൽ A ഇൻറ്റു r/n - 1 ആണ്. nth ടേം A n കാണാനുള്ള ഇക്വേഷൻ വരിക A r/n - 1 ആണ്. അപ്പോൾ A3 എന്ന് പറഞ്ഞാൽ എന്താ? A r/3 - 1 ആണ്. n 3 ആണ്, 3 - 1 എന്ന് പറഞ്ഞാൽ 2 വരും. അതാണ് 12 വരുന്നത്. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. അതുപോലെ A8 വരിക A r/7, A r/8 - 1 ആണ്, 7, അതാണ് 384 വരിക. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2 വരും, 384 വരും. ഇനി നമുക്ക് ഇവിടുന്ന് 6 കാണണം. അതിന് നിങ്ങൾ 2/1 എടുക്കുക. ഇക്വേഷൻ നമ്പർ 2നെ ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിനെയും ഡിവൈഡ് ചെയ്യുക, കറസ്പോണ്ടിങ് റൈറ്റ് സൈഡിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 2ൻ്റെ ലെഫ്റ്റ് സൈഡ് A r/7 ആണ് ബൈ AR² വരും. ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ 384 ആണ് ഡിവൈഡഡ് ബൈ 12 വരും. 384 ഡിവൈഡഡ് ബൈ 12. ഓക്കെ, ഇവിടെ എയും ക്യാൻസലായി പോവും. r² r/7 ക്യാൻസലായി r/5 വരും. കാരണം r/7 എന്ന് പറഞ്ഞാൽ r ഇൻറ്റു 7 r-ൻ്റെ പ്രൊഡക്റ്റാണ്. ഇവിടെ ഒരു 2 r-ൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് 7-ൽ നിന്ന് 2 ക്യാൻസൽ ചെയ്യുക, ബാക്കി 5 r ആണ് വരിക. ഈക്വൽ ടു 384 ഡിവൈഡഡ് ബൈ 12 കാണണം. അപ്പോൾ 384 ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ 32 ആണ് വരിക. അപ്പോൾ 32 വരും. അപ്പോൾ r/5 ഈക്വൽ ടു 32 ആണെങ്കിൽ r ഈക്വൽ ടു 2 വരും. കാരണം 32 എന്ന് പറഞ്ഞാൽ 2/5 ആണ്. 2ന് 5 പ്രാവശ്യം ഗുണിച്ചാൽ കിട്ടുന്ന നമ്പറാണ് 32. അപ്പോൾ 32നെ 2/5 എന്ന് എഴുതിയാൽ r/5 ഈക്വൽ ടു 2/5 ആണ്. അവിടെ 5 ഈക്വൽ ആണ്. അപ്പോൾ r ഈക്വൽ ടു 2 വരും. 6 കിട്ടി. ഇനി A കാണണമെങ്കിൽ ഈ r-ന് ഒന്നിക്ക് 1 കൊടുക്കുക അല്ലെങ്കിൽ 2 കൊടുക്കുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് r ഈക്വൽ ടു 2 ഞാൻ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്നു. കാരണം ഇവിടെ ഇപ്പോൾ വലിയ പവറാണുള്ളത്, നമ്മൾ 1 കൊടുത്താൽ മതി. ദർഫോർ A ഇൻറ്റു A ഇൻറ്റു r², r എന്ന് പറഞ്ഞാൽ 2 ആണ്. 2² ഈക്വൽ ടു 12 വരും. ദറ്റ് ഈസ് 2² 4 ആണ്. 4A ഈക്വൽ ടു 12. A ഈക്വൽ ടു 12/4 ഈക്വൽ ടു 3 കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും കിട്ടി. ഇനി നമുക്ക് സമ്മ് കാണണം. അപ്പോൾ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എടുക്കുമ്പോൾ SN ഈക്വൽ ടു എന്താ വരിക? ഇവിടെ R2 ആണ്. R2 എന്ന് പറഞ്ഞാൽ >1 ആണ്. അപ്പോൾ R >1 ആണെങ്കിൽ ഇക്വേഷൻ വരിക A ഇൻറ്റു r/n - 1 ഡിവൈഡഡ് ബൈ r - 1 ആണ്. ഈക്വൽ ടു എന്താ വരിക? A എന്താ വരിക? 3 ഇൻറ്റു R എന്ന് പറഞ്ഞാൽ 2 ആണ്. 2/n - 1 ഡിവൈഡഡ് ബൈ 2 - 1 വരും. ഇനി നമുക്ക് കാണേണ്ടത് എത്രയാണ്? സം ഓഫ് 10 ടേംസ് ആണ്. ദർഫോർ സം ഓഫ് 10 ടേംസ് എന്ന് പറഞ്ഞാൽ S10 എന്നാണ് അതിനെ എഴുതുക. S10 ഉദ്ദേശിക്കുന്നത് സം
ഓഫ് 10 ഉദ്ദേശിക്കുന്നത് 10 ടേംസ് ആണ്. അപ്പോൾ സം ഓഫ് 10 ടേംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നിന് പകരം 10 കൊടുക്കുക. S10 ഈക്വൽ ടു 3 ഇൻറ്റു 2⁻10 - 1 ഡിവൈഡഡ് ബൈ 2 - 1 ആണ്. ഈക്വൽ ടു 3 ഇൻറ്റു 2⁻10 എന്ന് പറഞ്ഞാൽ 1024 ആണ്. -1 ഡിവൈഡഡ് ബൈ 1 വരും. 2 - 1 1 ആണ്. ഈക്വൽ ടു 3 ഇൻറ്റു 1023 വരും. 1023 ബൈ 1 എന്ന് പറഞ്ഞാൽ എഴുതേണ്ട ആവശ്യമില്ല. അത് കൂട്ടുമ്പോൾ 3 ഇൻറ്റു 3 9 603 വരും. അപ്പോൾ 3069 വരും. അതാണ് ആദ്യത്തെ 10 ടേമിൻ്റെ സമ്മ് വരിക. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ആ 384 വരെ 192 ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂലും എയുടെ വാല്യൂലും ചെറിയൊരു മാറ്റം വരും. അതിനനുസരിച്ച് സമ്മും മാറുന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നമുക്കതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കണം. അപ്പോൾ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കുമ്പോഴേ ബി ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ചെയ്തതിലെ ബി ക്വസ്റ്റ്യൻ ഏകദേശം ഈക്വലാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഹൗ മെനി ടേംസ് ഓഫ് എൻ AP -6 -11/2 -5 എക്സെട്ര ആർ നീഡഡ് ടു ഗിവ് ദ സം -25 ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ -6 -11/2 -5 എക്സെട്ര എന്നുള്ളൊരു AP തന്നിട്ടുണ്ട്. ആ APയുടെ കുറച്ച് ടേംസ് സെർട്ടൈൻ നമ്പർ ഓഫ് ടേംസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് -25 കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര ടേംസ് ആണ് ആഡ് ചെയ്തതെന്നാണ് കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ് ഇവിടെ കാണേണ്ടത്. തൊട്ട് മുന്നേ നമുക്ക് ലാസ്റ്റ് ടേം ആയിരുന്നു കാണേണ്ടത്. പക്ഷേ ലാസ്റ്റ് ടേം കാണാൻ വേണ്ടി നമ്മൾ നമ്പർ ഓഫ് ടേംസ് കണ്ടു. അവിടം വരെയുള്ള സ്റ്റെപ്പാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കൊരു AP തന്നിട്ടുണ്ട്. -6 -11/2 -5 എക്സെട്ര. ഇതാണ് GP. അപ്പോൾ ഒരു AP തന്നാൽ നമുക്ക് രണ്ട് കാര്യം അവിടെ നിന്ന് എഴുതാം. ഒന്ന് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം വരെ -6 ആണ്. പിന്നെ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് വരെ A2 - A1 വരും. A2 - A1 എന്ന് പറഞ്ഞാൽ -11/2 -6 വരും. ഈക്വൽ ടു -11/2 + 6. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -11 + 2 × 6 12/2 ഈക്വൽ ടു 1/2 വരും. അപ്പോൾ കോമൺ റേഷ്യോ 1/2 ആണ്. കോമൺ ഡിഫറൻസ് 1/2 ആണ്. ഇനിയാണ് നമ്മൾ നോക്കേണ്ടത് ഈ APയുടെ സെർട്ടൈൻ നമ്പർ ഓഫ് ടേംസ് ആഡ് ചെയ്തപ്പോൾ -25 കിട്ടി. പക്ഷേ എത്ര നമ്പറായി ആഡ് ചെയ്തത് നമുക്കറിയില്ല. എത്ര ടേംസ് ആണ്, നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്ന് നമുക്കറിയില്ല. അതാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ എന്തെഴുതുക? assume that sum of n terms equal to -25. ആദ്യത്തെ n ടേംസ് ആഡ് ചെയ്തപ്പോഴാണ് -25 കിട്ടിയെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്നിൻ്റെ വില കണ്ടാൽ മതി. അവിടെ n 5 ആണെങ്കിൽ ആദ്യത്തെ 5 ടേം കൂട്ടിയപ്പോഴാണ് -25 കിട്ടിയത്. n 8 ആണെങ്കിൽ ആദ്യത്തെ 8 ടേംസ് കൂട്ടിയപ്പോഴാണ് -25 കിട്ടിയത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമ്മൾ കാണണം. അപ്പോൾ അത് കാണണമെങ്കിൽ സം ഓഫ് n ടേംസ് ആണ് നമ്മൾ -25 എടുത്തത്. സം ഓഫ് n ടേംസ് എന്ന് പറഞ്ഞാൽ SN ആണ് -25 എടുത്തത്. ആ SN കാണാൻ ഇക്വേഷനിലുള്ളത് എഴുതുക. അതെന്താണ്? n/2 × 2a + n - 1 × d വരും. അതാണ് -25 വരിക. ഇവിടെ നമ്മൾ n/2 × a + l എടുക്കാൻ പറ്റില്ല. കാരണം ലാസ്റ്റ് ടേം അറിയില്ല. കാരണം ഇത് എത്രാമത്തെ ടേം കൂട്ടിയിട്ടാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ മാത്രമേ ലാസ്റ്റ് ടേം അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അതൊന്നും അറിയില്ല. അപ്പോൾ ഈ ഇക്വേഷൻ എടുക്കുക. ഇറ്റ് ഈസ് n/2 × 2a 2 × -6 + n - 1 × d എന്ന് പറയുമ്പോൾ 1/2 വരും. ഈക്വൽ ടു -25 വരും. ദാറ്റ് ഈസ് n/2 × -12 + n - 1 × 1/2 എന്ന് പറയുമ്പോൾ n - 1/2 ഈക്വൽ ടു -25 വരും. ഓക്കെ. ദാറ്റ് ഈസ് n/2 ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 2 × -12 -24 + n - 1 all divided by 2 ഈക്വൽ ടു -25 വരും. അപ്പോൾ ഇതിങ്ങോട്ട് ക്രോസ് ചെയ്താണ്. ഇറ്റ് ഈസ് n/2 ഞാൻ ഒരു ഓർഡറിൽ എഴുതുന്നുണ്ട്. -24 + n - 1 ആണ്. അതിൽ n ഞാൻ ആദ്യം എഴുതി. ബാക്കി വരെ -24 - 1 ആണ്. അത് -25 വരും. ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു -25 വരും. ദാറ്റ് ഈസ് നമ്മൾ n/2 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ n കൊണ്ട് ന്യൂമറേറ്ററിനെ പ്രൊഡക്റ്റ് ചെയ്യുക, 2 കൊണ്ട് ഡിനോമിനേറ്ററിനെ പ്രൊഡക്റ്റ് ചെയ്യുക. തൊട്ട് മുന്നിലത്തെ ക്വസ്റ്റ്യൻ അതേ റിപ്പീറ്റേഷനാണ്. അപ്പോൾ n കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ n × n n² -25 × n 25n ഡിവൈഡഡ് ബൈ 2 × 2 4 ഈക്വൽ ടു -25 വരും. ദാറ്റ് ഈസ് n²
-25n ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -25 × 4 100 വരും. അത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ n² - 25n + 100 ഈക്വൽ ടു 0 വരും. കഴിഞ്ഞു. ഇനി അതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്നിൻ്റെ വില കിട്ടും. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതിനെ സോൾവ് ചെയ്താൽ എന്നിൻ്റെ വില കിട്ടും. അത് സോൾവ് ചെയ്യാൻ വേണ്ടി n ഈക്വൽ ടു -b -25 + or -√b² -25² -4ac 4 × 1 × 100 ഡിവൈഡഡ് ബൈ 2a 2 × 1. a ഇതാണ്, b ഇതാണ്, c ഇതാണ്. -25 എന്ന് പറഞ്ഞാൽ 25 + or -√-25 625 -4 × 1 × 100 400 ഡിവൈഡഡ് ബൈ 2 × 1 2 വരും. ഈക്വൽ ടു 25 + or -√225 625 - 400 225 വരും ബൈ 2 ഈക്വൽ ടു 25 + or -√225 എത്രയാണ് 15 ബൈ 2 വരും. ദാറ്റ് ഈസ് n ഈക്വൽ ടു 2 ഓപ്ഷൻ വരും. n ഈക്വൽ ടു ഒന്നുകിൽ 25 + 15 ബൈ 2 വരും, ഓർ n ഈക്വൽ ടു 25 - 15 ബൈ 2 വരും. ദാറ്റ് ഈസ് n ഈക്വൽ ടു 25 + 50 40 ആണ്, 45 × 20, ഓർ n ഈക്വൽ ടു 25 - 50 10 ആണ്, 10 ബൈ 2 5 വരും. കഴിഞ്ഞു. അപ്പോൾ അതിന് 2 വാല്യൂസ് കിട്ടി, 20യും കിട്ടി 5ഉം കിട്ടി. രണ്ടും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ തന്നിരിക്കുന്ന AP-യുടെ ആദ്യത്തെ 20 ടേം കൂട്ടിയാലും -25 കിട്ടും, ആദ്യത്തെ 5 ടേം കൂട്ടിയാലും എന്ത് കിട്ടും -25 കിട്ടും. അതിവിടെ നെഗറ്റീവ് നമ്പർ വരുന്നതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് വരുമ്പോൾ അതിന് മാറ്റം വരുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ എന്തോ നമുക്കതൊന്നും വിഷയമല്ല, എന്നിന് 2 വാല്യൂ കിട്ടി. സോ 2 നമ്പറും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് C ക്വസ്റ്റ്യൻ കാണണം. C ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, പക്ഷേ കുറച്ച് സമയത്ത് ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണത്. അവിടെ C ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു AP-യുടെ kth ടേം 5k + 1 ആണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് n ടേംസ് കാണണം. അപ്പോൾ നമുക്കിവിടെ സം ഓഫ് n ടേംസ് ആണ് കാണുന്നത്. n തന്നെയാണ്, നമ്പർ ഓഫ് ടേംസ് n തന്നെയാണ്. n ടേംസിൻ്റെ സമ്മ് കാണണം. അത് നമുക്ക് തന്നതിൻ്റെ kth ടേം ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു AP-യുടെ സമ്മ് കാണണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേമും അറിയണം, കോമൺ ഡിഫറൻസും അറിയണം, എങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അതൊന്നും തന്നിട്ടില്ല, പകരം kth ടേമാണ് തന്നത്. അത് ഉപയോഗിച്ച് നമ്മൾ ഇതൊക്കെ കാണണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ തന്ന കാര്യം എഴുതുക. ഗിവൺ kth ടേം എന്ന് പറഞ്ഞാൽ AK ആണ്. AK ഈക്വൽ ടു 5k + 1 ആണ്. AK 5k + 1 ഇടുന്നുണ്ട്. ദെയർഫോർ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ടേം കാണണം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ A1 ആണ്. അപ്പോൾ AK നമുക്കറിയാം, അവിടുന്ന് A1 കാണണേ, Kന് പകരം 1 കൊടുത്താൽ മതി. അപ്പോൾ Kന് പകരം 1 കൊടുക്കുമ്പോൾ 5 × 1 + 1 ഈക്വൽ ടു 6 വരും. ഇനി A2 കാണുക. A2 കാണേണ്ട ആവശ്യമില്ല, പക്ഷേ കോമൺ ഡിഫറൻസ് കാണാൻ നമുക്ക് സെക്കൻഡ് ടൈം ആവശ്യമാണ്, അതിന് വേണ്ടി കാണുന്നതാണ്. അപ്പോൾ 5 × 2 + 1 ഈക്വൽ ടു 11 വരും. ദെയർഫോർ D ഈക്വൽ ടു A2 - A1 ഈക്വൽ ടു 11 - 6 ഈക്വൽ ടു 5 കിട്ടി. കഴിഞ്ഞു. ദെയർഫോർ സം ഓഫ് n ടേംസ് Sn ഈക്വൽ ടു ഏത് ഇക്വേഷനോ യൂസ് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ലാസ്റ്റ് ടേം ഒന്നും അറിയില്ല. നമുക്ക് ആകെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയുള്ളൂ. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ n-ാമത്തെ ടേം കാണണം, അതിൽ നല്ല ഇത് വെച്ച് കാണുന്നതാണ്. അപ്പോൾ n/2 × 2a + n-1 × d വരും. ഈക്വൽ ടു n തന്നെയാണ്, n/2 × 2a 2 × 6 + n-1 × d 5 ആണ്. ഈക്വൽ ടു n/2 × 12 + 5n - 5 വരും. 5 × n 5 × n - 1 5n - 5 ഈക്വൽ ടു n/2 × 5n + 7 വരും. ഇത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ 5n² + 7n ഡിവൈഡഡ് ബൈ 2 വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പിന്നെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ചെയ്തതേ ഉള്ളൂ. ഇത് പല രീതിയിൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു kth ടേം തന്നിട്ട് സം ഓഫ് n ടേംസ് കാണാനാണ് ചോദിച്ചത്. ചിലപ്പോൾ n ടേംസ് തരും, nth ടേം തരും, എന്നിട്ട് സം ഓഫ് n ടേംസ് ചോദിക്കും. അപ്പോൾ നമ്മൾ an ഈക്വൽ ടു എഴുതും, അവിടെ നിന്ന് n-ന് 1ഉം 2ഉം കൊടുത്ത് കാണും, d കാണും. ചിലപ്പോൾ നമുക്കിതുപോലെ nth ടേം തരും, ഈ nth ടേം തന്നിട്ട് 5th ടേമും 6th ടേമും കാണാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ ആ nth ടേമിൽ n-ന് പകരം 5ഉം 6ഉം കൊടുത്താൽ 5th ടേമും 6th ടേമും കിട്ടും. ഈ ഒരു വെറൈറ്റി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ അതൊക്കെ നമുക്ക് കൂളായിട്ട് ചെയ്യാൻ കഴിയും. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനാണ്. ഇവിടെ 2 ക്വസ്റ്റ്യനാണുള്ളത്. അപ്പോൾ അതിൽ ഇത് 2015 ചോദിച്ചതാണ്. ഇത് ഏത് വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതൊരു വർഷം ചോദിച്ചാണ്.
അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ കാരണം 2015 5 വർഷം മുന്നേ ചോദിച്ചാണെങ്കിലും ഇത് വളരെ വ്യത്യാസമുള്ള ക്വസ്റ്റ്യനാണ്. മാത്രമല്ല വളരെ സിമ്പിളാണ്, പെട്ടെന്ന് കഴിയും. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ട് അവിടെ വെക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നത് ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് ABC ആർ ഇൻ GP ആൻഡ് A raised to 1/x equal to B raised to 1/y equal to C raised to 1/z ആണ്. അങ്ങനെയാണെങ്കിൽ XYZ APയിലാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് നമ്മൾ ഈ ജോമെട്രിക്കൽ മീനിൻ്റെതും അരിത്തമെറ്റിക്കൽ മീനിൻ്റെതും സഹായം ചേർത്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ABC GPയിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 3 ടേം GPയിലാണെങ്കിൽ അത് ജോമെട്രിക്കൽ മീൻ സാറ്റിസ്ഫൈ ചെയ്യും. ജോമെട്രിക്കൽ മീനിൻ്റെ ഡെഫിനിഷൻ തന്നെ അതാണ്. ABC GPയിലാണെങ്കിൽ B ആണ് ജോമെട്രിക്കൽ മീൻ. ആ B എന്താ വരിക? B ഈക്വൽ ടു √AC ആണ്. അതുപോലെ ഇവിടെ ABC GPയിലാണ് തന്നിട്ടുണ്ട്. ABC എന്ന് പറഞ്ഞാൽ 3 ടേമാണ്. ഈ 3 ടേം GPയിലാണെന്ന് പറഞ്ഞാൽ അത് അടുത്തടുത്ത 3 ടേമാണ്. ആ 3 ടേം GPയിലാണെന്ന് പറഞ്ഞാൽ അവിടെ B ആയിരിക്കും ജോമെട്രിക്കൽ മീൻ. B ഈക്വൽ ടു √AC ആയിരിക്കും. ജോമെട്രിക്കൽ മീൻ സാറ്റിസ്ഫൈ ചെയ്യും. അതേപോലെ XYZ APയിലാണെന്നാണ് കാണുന്നത്. അപ്പോൾ XYZ APയിലാണ്. XYZ എന്നാൽ 3 ടേമാണ്. 3 ടേം APയിലാണ് എന്ന് കാണണമെങ്കിൽ അത് ജോമെട്രിക്കൽ മീൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് തെളിയിച്ചാൽ മതി. ജോമെട്രിക്കൽ മീൻ സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ ABC 3 ടേം ആണെങ്കിൽ B ആണ് അരിത്തമെറ്റിക് മീൻ. B ആണ് അരിത്തമെറ്റിക് മീൻ. ആ B ഈക്വൽ ടു A + C/2 ആയിരിക്കും. അതുപോലെ XYZ APയിലാണെന്ന് കാണണമെങ്കിൽ XYZ അരിത്തമെറ്റിക് മീൻ സാറ്റിസ്ഫൈ ചെയ്യണം. അരിത്തമെറ്റിക് മീൻ സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ Y ആയിരിക്കണം അരിത്തമെറ്റിക് മീൻ. Yയുടെ വാല്യൂ X + Z/2 ആണെന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് തന്നിട്ടുണ്ട്? ഗിവൺ ABC ആർ ഇൻ GP. ABC GPയിലാണ് തന്നിട്ടുണ്ട്. ദെർഫോർ B ഈസ് ദി ജോമെട്രിക്കൽ മീൻ. B ആണ് ജോമെട്രിക്കൽ മീൻ. ദെർഫോർ B ജോമെട്രിക്കൽ മീൻ ആണെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്? B ഈക്വൽ ടു √AC ആയിരിക്കും. ദാറ്റ് ഈസ് B √AC ആണെന്ന് പറഞ്ഞാൽ B² ഈക്വൽ ടു AC വരും. ആ സ്ക്വയർ എടുത്ത് നമ്മൾ ആ റൂട്ടിനെ ഒഴിവാക്കിയതാണ്. B² ഈക്വൽ ടു AC വരും. ഓക്കെ, അപ്പോൾ തന്ന കണ്ടീഷൻ വെച്ച് നമുക്ക് കിട്ടിയതാണ്. ABC GPയിലാണെങ്കിൽ 3 ടേമാണ്. GPയിലെ 3 ടേം എന്ന് പറഞ്ഞാൽ അത് ജോമെട്രിക്കൽ മീൻ സാറ്റിസ്ഫൈ ചെയ്യും. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ജോമെട്രിക്കൽ മീനും അരിത്തമെറ്റിക്കൽ മീനും യൂസ് ചെയ്ത് ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് 3 ടേം തന്നിട്ട് അത് APയിലാണെന്ന് പറഞ്ഞാൽ ജോമെട്രിക്കൽ മീൻ സാറ്റിസ്ഫൈ ചെയ്യും. 3 ടേം GPയിലാണെന്ന് പറഞ്ഞാൽ അത് ജോമെട്രിക്കൽ മീൻ സാറ്റിസ്ഫൈ ചെയ്യും. 3 APയിലാണെങ്കിൽ അരിത്തമെറ്റിക് മീൻ സാറ്റിസ്ഫൈ ചെയ്യും. 3 GPയിലാണെങ്കിൽ ജോമെട്രിക്കൽ മീൻ സാറ്റിസ്ഫൈ ചെയ്യണം. അത് മറന്നു പോകാൻ പാടില്ലേ. ഇനി നമുക്ക് XYZ APയിലാണെന്ന് കാണാം. അതിന് അരിത്തമെറ്റിക് മീൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതിൻ്റെ മുന്നേ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഓൾസോ A raised to 1/x equal to B raised to 1/y equal to C raised to 1/z ആണ് തന്നിട്ടുണ്ട്. A raised to 1/xൻ്റെതും B raised to 1/yൻ്റെതും C raised to 1/zൻ്റെതും വില ഈക്വൽ ആണ്. അപ്പോൾ ഇത് 3ൻ്റെയും വില ഈക്വൽ ആണെന്നല്ലാതെ അത് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 3ൻ്റെയും ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആയിട്ട് നമ്മൾ എന്തെടുക്കുക? K എടുക്കുക. A raised to 1/x equal to B raised to 1/y equal to C raised to 1/z equal to K എടുത്തു. Therefore A raised to 1/x K ആയിരിക്കും. B raised to 1/y K ആയിരിക്കും. C raised to 1/z K ആയിരിക്കും. അവിടുന്ന് A raised to 1/x K ആണെങ്കിൽ A എന്ത് വരും? K raised to x വരും. കാരണം നമ്മളിപ്പോൾ റൂട്ടിനെ ഒഴിവാക്കാം, സ്ക്വയർ അല്ലേ ചെയ്തത്. അതിൻ്റെ കാരണം എന്താ? റൂട്ടിൻ്റെ ഓപ്പോസിറ്റാണ് സ്ക്വയർ. റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്ക്വയർ റൂട്ടാണ്. അതുപോലെ ക്യൂബ് റൂട്ടിനെ ഒഴിവാക്കണമെങ്കിൽ ക്യൂബ് ചെയ്യും. അപ്പോൾ ക്യൂബ് റൂട്ട് ശരിക്കും സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ റൂട്ട് A എന്ന് പറഞ്ഞാൽ A raised to 1/2 ആണ്. അപ്പോൾ റൂട്ടിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഓൾ സ്ക്വയർ എടുക്കും. ഓൾ സ്ക്വയർ എടുക്കാൻ കാരണം ഇവിടെ 1/2 ആയതുകൊണ്ട് സ്ക്വയർ എടുക്കുന്നതാണ്. അതേപോലെ raised to 1/x എന്ന് പറഞ്ഞാൽ എക്സ്ത് റൂട്ട് എന്ന് അതിൻ്റെ അർത്ഥം. എക്സ്ത് റൂട്ട്, ആ എക്സ്ത് റൂട്ടിനെ ഒഴിവാക്കണേ ഓൾ raised to x എടുക്കണം. അപ്പോൾ ഇവിടെ ഓൾ raised to x എടുക്കുമ്പോൾ A raised to 1/x ഓൾ raised to x എന്ന് പറഞ്ഞാൽ A വരും. ഇവിടെ x എടുക്കുമ്പോൾ K raised to x വരും. അതുപോലെ ഇവിടെ ഓൾ raised to y എടുക്കുമ്പോൾ B ഈക്വൽ ടു K raised to y, C ഈക്വൽ ടു K raised to z വരും. അത് ശ്രദ്ധിക്കണേ. റൂട്ടിനെ ഒഴിവാക്കാൻ സ്ക്വയർ എടുക്കുന്നുണ്ട്. അതെടുക്കാൻ കാരണം ഇതാണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ A raised to 1/2 ആണ്. അപ്പോൾ ഇവിടെ raised to 1/2 ആയതുകൊണ്ട് ആ 1/2നെ ഒഴിവാക്കാൻ വേണ്ടിയാണ് raised to 2 എടുക്കുന്നത്. അപ്പോൾ A raised to 1/2 raised to 2 എന്ന് പറയുമ്പോൾ A raised to 1/2 × 2 വരും. ഇത് രണ്ടും ക്യാൻസലായി പോകും. അതേപോലെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടി? A ഈക്വൽ ടു K raised to x, B ഈക്വൽ ടു K raised to y, C ഈക്വൽ ടു K raised to z. ഇത് നേരെ ഇവിടെ കൊടുക്കുക. B² ഈക്വൽ ടു AC കൊടുക്കുക. Therefore B² എന്താ? B എന്ന് പറഞ്ഞാൽ K raised to y ആണ്. K raised to y all square equal to AC. A എന്ന് പറഞ്ഞാൽ K raised to x ആണ് ഇൻറ്റു C എന്ന് പറഞ്ഞാൽ K raised to z ആണ്.
കെ റേസ് ടു വൈ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ റേസ് ടു 2y, എ റേസ് ടു എം ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം എൻ ആണ്. അപ്പോൾ കെ റേസ് ടു 2y വരും. ഈക്വൽ ടു കെ റേസ് ടു എക്സ് ഇൻറ്റു കെ റേസ് ടു സെഡ് എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. അപ്പോൾ എ റേസ് ടു എം പ്ലസ് എൻ വരും. അപ്പോൾ കെ റേസ് ടു എക്സ് പ്ലസ് സെഡ് വരും. അപ്പോൾ എന്ത് കിട്ടി? കെ റേസ് ടു 2y ഈക്വൽ ടു കെ റേസ് ടു എക്സ് പ്ലസ് സെഡ് ആണ്. രണ്ടും കെ ആണ്, സെയിം ആണത്. അപ്പോൾ കെ റേസ് ടു 2y ഈക്വൽ ടു കെ റേസ് ടു എക്സ് പ്ലസ് സെഡ് ആണെങ്കിൽ 2y ഈക്വൽ ടു എക്സ് പ്ലസ് സെഡ് വരും. ദാറ്റ് ഈസ് y ഈക്വൽ ടു എക്സ് പ്ലസ് സെഡ് ബൈ 2 വരും. y ഈക്വൽ ടു എക്സ് പ്ലസ് സെഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ y എന്ത് സാറ്റിസ്ഫൈ ചെയ്തു? അരിത്തമെറ്റിക്കൽ മീൻ സാറ്റിസ്ഫൈ ചെയ്തു. ദെർഫോർ y ഈസ് ദി അരിത്തമെറ്റിക് മീൻ. y അരിത്തമെറ്റിക് മീനാണ്. y അരിത്തമെറ്റിക് മീനാണെങ്കിൽ ഇത് ഈ 3 ടേമും എവിടെ ആയിരിക്കണം? എ പിയിലായിരിക്കണം. കാരണം എ പിയിലുള്ള 3 ടേം എടുത്താൽ മാത്രമേ അത് അരിത്തമെറ്റിക് മീൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ദെർഫോർ എക്സ് വൈ സെഡ് ആർ ഇൻ എ പി വരും. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ ചെയ്യണം. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ വരുന്നത് 3 × 8 + 6 × 11 + 9 × 14 + എക്സെട്ര എന്നുള്ളൊരു സീക്വൻസ് നമുക്കുണ്ട്. അതിൻ്റെ n ടേംസിൻ്റെ സമ്മ് കാണണം. അപ്പോൾ ഇതിൻ്റെ n ടേംസിൻ്റെ സമ്മ് കാണണം. അപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം ഇത് എ പി യു അല്ല, ജി പി യു അല്ല, സ്പെഷ്യൽ സീരീസാണ്. കാരണം ഇതുപോലെ പ്രൊഡക്റ്റൊക്കെ ആക്കി തരുകയാണെങ്കിൽ അത് സ്പെഷ്യൽ സീരീസ് ആയിരിക്കും. നമുക്ക് ഉറപ്പിക്കാം, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സ്പെഷ്യൽ സീരീസാണ്. അപ്പോൾ സ്പെഷ്യൽ സീരീസിൻ്റെ സം എന്താണ്? സം ഓഫ് n ടേംസ് എസ് എൻ ഈക്വൽ ടു സിഗ്മ എ എൻ ആണ്. ഇത് കുറച്ച് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം. ഇത് 5 മാർക്കിനാണ് ചോദിച്ചത്. അപ്പോൾ കുറച്ച് മാർക്ക് കൂടുതലായതുകൊണ്ട് നമ്മൾ എഴുതിയതേ ഉള്ളൂ. പക്ഷേ നമുക്ക് 5-നൊന്നും ചോദിക്കില്ല, മാക്സിമം 3 മാർക്കിനെ ചോദിക്കുള്ളൂ. കാരണം നമ്മൾ ഇപ്പോൾ നിലവിലുള്ള വെയിറ്റേജ് അനുസരിച്ച് അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ സീരീസാണ്. സ്പെഷ്യൽ സീരീസ് ആണെങ്കിൽ അതിൻ്റെ സമ്മ് വരിക സിഗ്മ എ എൻ ആണ്. അപ്പോൾ സിഗ്മ എ എൻ എന്ന് പറയുമ്പോൾ സിഗ്മ എ എൻ എന്ന് പറഞ്ഞാൽ nth ടേം ആണ്. അപ്പോൾ ഇതിൻ്റെ nth ടേം നമ്മൾ എഴുതണം. ആ nth ടേം നമ്മൾ സൈഡിൽ എഴുതുമ്പോൾ ഇവിടെ ഈ സ്പെഷ്യൽ സീരീസ് എടുത്താൽ അവിടെ ഓരോ ടേമും 2 എണ്ണത്തിൻ്റെ പ്രൊഡക്റ്റാണ്. ഇവിടെയുള്ള ഓരോ ടേമും 2 എണ്ണത്തിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ nth ടേമും എത്ര എണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കണം? 2 എണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കണം. ആ പ്രൊഡക്റ്റ് ഏതൊക്കെയാണെന്ന് കാണണം. അപ്പോൾ ആ പ്രൊഡക്റ്റിലെ ഫസ്റ്റ് ടേം ഏതാണ്, സെക്കൻഡ് ടേം ഏതാണെന്ന് കാണണം. അത് കാണണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം എടുക്കുക. ഈ തന്ന സീരീസിലെ ഫസ്റ്റ് ടേം വരുന്നത് 3, 6, 9 എക്സെട്രയാണ്. 3, 6, 9 എക്സെട്ര ഇതാണ് ഈ സീരീസിലെ ഫസ്റ്റ് ടേം. അത് പ്രകാരം അതിൻ്റെ nth ടേം എന്താ വരിക നോക്കുക. അത് നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു എ പി ആണ്. 3 + 3 6, 6 + 3 9 ഒരു എ പി ആണ്. ആ എ പിയുടെ nth ടേം കണ്ടാൽ മതി. എ പിയുടെ nth ടേം വരിക a + n - 1 × d ആണ്. ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 + n - 1 × d 3 ആണ്. ഈക്വൽ ടു 3 + 3n - 3 വരും. ഈക്വൽ ടു 3n വരും. അതിൻ്റെ nth ടേം കിട്ടി. ഇനി സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ nth ടേമായ എ എന്നിലെ ഫസ്റ്റ് വരിക 3n ആണ്. ഫസ്റ്റ് ടേം 3n ആണ് വരിക. ഇനി സെക്കൻഡ് കാണണം. അതിന് ഇതിൻ്റെ ഒക്കെ സെക്കൻഡ് ടേം എടുക്കുക. 8, 11, 14 എക്സെട്ര. ഇതും നോക്കിയാൽ അറിയാം അതും ഒരു എ പി ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ടേം 3, 6, 9 എക്സെട്ര അങ്ങനെ nth വരിക 3n ആണ്. ഇനി സെക്കൻഡ് 8, 11, 14 എക്സെട്ര അങ്ങനെ nth ടേമിൻ്റെ സെക്കൻഡ് ആരാ വരിക നോക്കണം. അതിന് ഇതിൻ്റെ nth ടേം കാണാം. ഇതിൻ്റെ nth ടേം വരിക nth ടേം ഈക്വൽ ടു സെയിം a + n - 1 × d വരും. അത് എ പി ആയതുകൊണ്ടാണ്. ഇനി ജി പി ആയിരുന്നെങ്കിൽ ജി പിയുടെ ഇക്വേഷൻ എടുക്കുക. ഈക്വൽ ടു ഇവിടെ 8 ആണ് പ്ലസ് n തന്നെയാണ്. n - 1 × d 3 തന്നെ വരും. ഈക്വൽ ടു 8 + 3n - 3 ഈക്വൽ ടു 3n + 5 വരും. അപ്പോൾ ഈ ഒരു വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ചിലപ്പോൾ മാർക്ക് കൂടിയിട്ടുണ്ടാകുക. അപ്പോൾ ആ ഒരു വ്യത്യാസമുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ഇതിന് മുന്നേ നമ്മൾ സ്പെഷ്യൽ സീരീസ് 2-3 ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ വായിച്ചാൽ തന്നെ അതിൻ്റെ ആൻസർ കിട്ടും. അവിടെ ഓരോ ടേമും നോക്കിയാൽ തന്നെ nth ടേം എന്താണെന്ന് നമുക്ക് ഈ സ്റ്റെപ്സ് ഒന്നും ചെയ്യാതെ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ല. അങ്ങനെ പറ്റാത്ത കേസിൽ നമ്മൾ ഇതുപോലെ കാണുന്ന പറഞ്ഞത് ഫസ്റ്റ് ടേം എടുക്കുക. ആ ഫസ്റ്റ് ടേമിൻ്റെ n എന്താണെന്ന് നോക്കുക. അതാണ് ഈ nth ടേമിൻ്റെ ഫസ്റ്റ് വരിക. സെക്കൻഡ് ടേം എടുക്കുക. അതിൻ്റെ nth ടേം എന്താണെന്ന് നോക്കുക. അതാണ് ഇതിൻ്റെ സെക്കൻഡ് വരിക. അതിനനുസരിച്ച് എഴുതുക. അപ്പോൾ സെക്കൻഡ് വരിക 3n + 5 വരും. ഈക്വൽ ടു സിഗ്മ അത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ 3n × 3n 9n² + 15n വരും. സെപ്പറേറ്റ് സിഗ്മ കൊടുക്കുമ്പോൾ സിഗ്മ 9n² + സിഗ്മ 15n വരും. ഈക്വൽ ടു 9 കോൺസ്റ്റൻ്റ് ആണ്. 9 × സിഗ്മ n² + 15 കോൺസ്റ്റൻ്റ് ആണ്. 15 × സിഗ്മ n കഴിഞ്ഞു. 9 × സിഗ്മ n².
സിഗ്മ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? n നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ n നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണ്. അപ്പോൾ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എന്താണ്? n ഇൻറ്റു n+1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 15 ഇൻറ്റു സിഗ്മ n. സിഗ്മ n എന്ന് പറഞ്ഞാൽ n നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സാണ്. സിഗ്മ ഉദ്ദേശിക്കുന്നത് സം ഓഫ് ആണ്. സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് വരെ n ഇൻറ്റു n+1/2 വരും ഈക്വൽ ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓൾറെഡി ആൻസറായി. ഇനി ഇവിടുന്ന് കോമൺ ടേമിനെ ഔട്ട് സൈഡ് എടുത്തൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ ന്യൂമറേറ്റർ നോക്കുമ്പോൾ അവിടെ n ഇൻറ്റു n+1 കോമൺ ആണ്. അപ്പോൾ n ഇൻറ്റു n+1 ഔട്ട് സൈഡിലേക്ക് എടുത്തു. ഇവിടെ 6ഉം 2ഉം ഇപ്പോൾ ബൈ 2ഉം കോമൺ ആണ്, അതും ഔട്ട് സൈഡിൽ എടുത്തു. ബാക്കി ഇവിടെ വരിക 9 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 3. ഇവിടുന്ന് n ഇൻറ്റു n+1 ഔട്ട് സൈഡിൽ വന്നു. ബാക്കി 9 ഇൻറ്റു 2n+1 6 നിന്ന് 2 ഔട്ട് സൈഡ് വരുമ്പോൾ 3 വരും. പ്ലസ് ഇവിടുന്ന് n ഇൻറ്റു n+1 ഔട്ട് സൈഡിൽ നിന്ന് ബാക്കി വരിക 15 ആണ്. ഈക്വൽ ടു n ഇൻറ്റു n+1/2 ഇൻറ്റു ഇതിൽ 3 പ്രാവശ്യം പോകും. അപ്പോൾ 3 ഇൻറ്റു 2n+1 പ്ലസ് 15 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n+1/2 ഇൻറ്റു ഇത് പ്രൊഡക്റ്റ് ചെയ്യുക. അപ്പോൾ 6n പ്ലസ് 3 പ്ലസ് 15 വരും. ഈക്വൽ ടു n ഇൻറ്റു n+1/2 ഇൻറ്റു 6n പ്ലസ് 18 വരും. ഈക്വൽ ടു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അണ്ടർലൈൻ ചെയ്യട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ n ഇൻറ്റു n+1/2 ഇൻറ്റു ഇവിടെ 2 കോമൺ ആണ്. ആ 2 ഔട്ട് സൈഡിലേക്ക് എടുക്കുമ്പോൾ 3n പ്ലസ് 9 വരും. 6 കോമൺ ആണ്, പക്ഷെ നമ്മൾ 2 ഔട്ട് സൈഡ് എടുത്താൽ മതി. ഈ 2ഉം 2ഉം ക്യാൻസലായി പോകും. ബാക്കി വരെ n ഇൻറ്റു n+1 ഇൻറ്റു 3n പ്ലസ് 9 വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിൻ്റെ അതേ മോഡലാണ്. ചെറിയൊരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ nth ടേം, ഈ സ്പെഷ്യൽ സീരീസിൻ്റെ nth ടേം കാണണമെങ്കിൽ ആ ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെതും nth ടേം സെപ്പറേറ്റ് കാണേണ്ടി വന്നു. അല്ലാതെ നമുക്കിവിടെ ഒന്ന് നമ്മൾ നോക്കി ഊഹിച്ചെടുത്ത് എഴുതാൻ പറ്റില്ല. അങ്ങനെയുള്ളത് കൊണ്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതോടെ നമ്മൾ ഈ സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്റർ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മൾ ഏകദേശം ഒരു 10-22ഓളം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ പ്രത്യേകത അതിലാകെ 3 സെക്ഷനേ ഉള്ളൂ, പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ മെജോറിറ്റി എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ക്വസ്റ്റ്യൻ ബാക്കിയുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വീഡിയോനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കരുത്. നമ്മളിത് പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമാണ് ചെയ്തത്. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനും അതേ മോഡൽ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് എക്സാമിന് ഇത് തന്നെ വരണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഇത് നിങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനും പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്യണം. കാരണം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് ജസ്റ്റ് പാസ്സാവാനുള്ള മാർക്കല്ല വേണ്ടത്. ഓൾറെഡി നമ്മൾ പാസ്സായതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും ടെക്സ്റ്റിലതും ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ കിട്ടുമോ അതൊക്കെ ചെയ്ത് പഠിക്കുക. ഇനി കിട്ടാത്ത ക്വസ്റ്റ്യൻ എനിക്ക് അയച്ചു തന്നാൽ ഞാൻ ചെയ്തു തരാം. നമ്മൾ നല്ലോണം പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ.